കൂട്ടുകാരി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഓണം എല്ലാവരും അടിച്ച് പൊളിച്ച് കാണുമല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം ഞങ്ങൾ ആഘോഷിച്ചില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് 4 ദിവസം സ്കൂളിന് അവധി ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദിലേക്ക് ട്രിപ്പ് വെച്ചു. അപ്പോൾ ഓണം ചെന്നൊക്കെ ഞങ്ങൾ ഹൈദരാബാദിൽ കിടന്ന് കറങ്ങും കേട്ടോ. ഞങ്ങളും വേറൊരു ടീച്ചറിൻ്റെ ഫാമിലി ഞങ്ങൾ ഒരുമിച്ചായിട്ട് ഹൈദരാബാദ് പോയത്. അവർക്ക് ഹൈദരാബാദിൻ്റെ മുക്കും മൂലയൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. പിന്നെ പോകുന്നതിന് മുന്നേ ഞങ്ങൾ എവിടെയൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഓണത്തിന് വേണ്ടി ഇട്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ 2 ദിവസം മുന്നേ പോയി എടുത്ത് സെറ്റ് ചെയ്ത് ഓണത്തിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നവർക്ക് അത് കണ്ടിട്ടുണ്ടാവും. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹൈദരാബാദ് പോയിട്ടുള്ള ഓരോരോ കാര്യങ്ങളും എവിടെയൊക്കെ പോയി എന്നൊക്കെയുള്ള ഓരോരോ വീഡിയോകളാട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നില്ല, ഓരോ ചെറിയ ഭാഗമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തവർക്കും കാണുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ വീണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ അമർത്തിയേക്കണേ പ്ലീസ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ 4:30 ട്രെയിനിലാണ് ഹൈദരാബാദ് പോയത്. ഇവിടുന്ന് ഒരു 3-3.5 മണിക്കൂറുള്ളൂ സത്യം പറഞ്ഞാൽ ഹൈദരാബാദിന്. പക്ഷേ ഞങ്ങൾ 4:30 വിട്ടിട്ട് അവിടെ എത്തിയത് 9:30 ആയപ്പോഴാട്ടോ. കാരണം എന്ന് വെച്ചാൽ ട്രെയിൻ വളരെ സ്ലോ ആയിരുന്നു. അതുകൊണ്ട് 9:30 എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശന്ന് നട്ടം തിരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് നല്ല ഭക്ഷണം എവിടെയാണ് കിട്ടുന്നത്, ചായ എവിടെയാണ് കിട്ടുന്നതെന്നൊക്കെ അവർക്ക് നന്നായിട്ട് നല്ല നിശ്ചയമുള്ളതുകൊണ്ട് നമ്മൾക്കത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഞങ്ങൾ നേരെ പോയത് സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് കേട്ടോ. ഞങ്ങൾക്ക് സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ നേരെ തട്ടുകടയിൽ കിട്ടുന്ന ഭക്ഷണം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ പോയി അവിടെ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞാനൊരു വേറെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന സ്പെഷ്യൽ ചായ ഉണ്ട് കേട്ടോ, ഇറാനി ടീ എന്ന് പറയും. അപ്പോൾ അതാട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒന്നും പറയില്ല, അടിപൊളി ടേസ്റ്റ് ആട്ടോ. അവർക്കൊരു പ്രത്യേക ഹോട്ടലുണ്ട്. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് പിന്നെ തട്ടുകടയിൽ നിന്നാണെങ്കിലും അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇവരുടെ നിലൂഫർ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ. ആ ഹോട്ടലിൽ നിന്നാണ് ഈ ചായ നമ്മൾ പോയി മേടിച്ച് കുടിക്കേണ്ടത്. അപ്പം ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പം ഷിജോയും കൂടെയുള്ള അവർ പോയിട്ട് ചായ മേടിച്ചിട്ട് വന്നു കേട്ടോ. അവിടുന്ന് ചായ ഓർഡർ ചെയ്തു മേടിച്ചിട്ട് വന്നു. അതിൻ്റെ കൂടെ വേറൊരു മസ്ക ബൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അടിപൊളി ടേസ്റ്റാട്ടോ, ഒന്നും പറയാനില്ല. നമ്മളിങ്ങനെ തന്നെ പിന്നെ തിന്നാൻ തോന്നും, അത്രയ്ക്ക് രുചിയാട്ടോ. അതിൻ്റെയും വീഡിയോ ഞാൻ ഈ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആരെയും ഹൈദരാബാദ് ഉള്ളവർക്കൊക്കെ ഇത് അറിയാമായിരിക്കും. ഇനിയിപ്പോൾ ഹൈദരാബാദായാലും ട്രിപ്പോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൽ എത്ര മതി സത്യാവസ്ഥ ഉണ്ടെന്ന് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി സംഭവം. അപ്പോൾ ഞാനത് അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. എല്ലാവരും കഴിച്ചോളൂ, കുടിച്ചോളൂ, ആസ്വദിക്കൂ, കുടിച്ചാസ്വദിക്കൂ, കുടിച്ചാസ്വദിക്കൂ. This Neelofer special. കഴിച്ചോ? One more sir. Sweet no? Then you eat. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇറാനി ടീ ആൻഡ് മസ്ക ബൻ. ഹൈദരാബാദിലോട്ട് ആയാലും വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ. ഓക്കെ, അപ്പം പുതിയ ഹൈദരാബാദ് വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പല വീഡിയോസും ഉണ്ട്. സൂവിൽ പോയതും പിന്നെ ലുലു മോളിൽ പോയതും അങ്ങനെ പല വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുവരേക്കും ബൈ.